ഹായ് ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒനിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു ഇൻഡക്ഷൻ കുക്കറാണ്. മോഡൽ നമ്പർ 0i226. എന്താണ് എൻ്റെ കംപ്ലൈൻറ്റ് എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വീട്ടമ്മമാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഇൻഡക്ഷൻ സ്റ്റവാണ്. ഏതായാലും നമുക്കത് ഒന്ന് നോക്കാം. സാധാ പവർ ഓണായി. ഫാനെല്ലാം വർക്കാവണം. അടിച്ച ബാക്ക് സൈഡിൽ പുറം കൈ ഒന്ന് കാണിച്ച് അറിയാൻ പറ്റും. അതിൻ്റെ എയർ ഫ്ലോ കറക്റ്റ് വരണം. പക്ഷേ ഹീറ്റില്ല. എന്താണെന്ന് നോക്കാം. ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഫാന് സ്വിച്ച് പവർ ഓഫ് ചെയ്താലും ഫാന് ഓഫായി അതിൻ്റെ ആ സൗണ്ട് മാറിയതിന് ശേഷം മാത്രമേ എൻ്റെ കോഡ് റിമൂവ് ചെയ്യാവൂ. തുറന്നതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് ചെക്ക് ചെയ്യാം. അപ്പം നമുക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഇതിൻ്റെ കോയിൽ കംപ്ലീറ്റ് ഷോർട്ടായി, ഓവർ ഷോർട്ടായി. അതിൻ്റെ വയറെല്ലാം ഡാമേജ് ആയി. നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഇതിൻ്റെ കോയിൽ കംപ്ലീറ്റ് പോയി. കുക്കറിൻ്റെ ഇൻഡക്ഷൻ കോയിലാണ്. ഇൻഡക്ഷൻ കോയിൽ
ഇത് സെൻസറാണ്, ഇളക്കി മാറ്റി. ഈ കോയിൽ പോയി, ഇതിന് ഉപയോഗിക്കാൻ പറ്റും. ഭാരത്തിന് വേറെ കോയിൽ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കിത് അങ്ങോട്ട് മാറ്റി. ഇത് ഒനിക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ഇൻഡക്ഷൻ കുക്കറാണ്. ഇതിൻ്റെ പ്രോഗ്രാം ചിപ്പാണിത്. ഇതിലാണ് ഇതിൻ്റെ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുന്നത്, പ്രോഗ്രാം സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, എന്താ ഈ ചിപ്പിന് നമ്പറില്ല. ഇതിൻ്റെ കമ്പനിക്കാർ ഇതിൻ്റെ നമ്പർ കംപ്ലീറ്റ് ഗ്രൈൻഡ് ചെയ്തോ എന്തോ ചെയ്ത് മാറ്റിക്കളഞ്ഞു. ഒരു പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ അതൊരു വൃത്തിയായിട്ട സ്വഭാവമാണ്. അത് അതിൻ്റേതായ നല്ല രീതിയിൽ തന്നെ ആ സർക്യൂട്ട് മറ്റൊരു ടെക്നീഷ്യനായ ആർക്കെങ്കിലും ചെയ്യാൻ കണക്കിന് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന രീതിയിൽ സാധനങ്ങൾ ഇറക്കണം. അതാണ് ചെയ്യാനുള്ളത്. ഈ ആരും കാണിക്കാത്തൊരു പരിപാടിയാണ് ഈ ഉടായ്പ പരിപാടി. ഇതിൻ്റെ പ്രോഗ്രാം ചിപ്പിൻ്റെ നമ്പർ കംപ്ലീറ്റ് മാച്ചികളാണ്. നമ്പറില്ലേ, ഇതിൽ നമ്പർ ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞു. അതിൻ്റെ ആവശ്യം അവർക്ക് ആക്കില്ല. ഏതായാലും ഇത് ഒരു ഫുൾ ടച്ചാണ്. ഇതിൻ്റെ അത് കംപ്ലീറ്റ് ഡസ്റ്റ് അടിഞ്ഞ് ഓടിയിട്ടുണ്ട്. ഈ ഡസ്റ്റ് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ ടോപ്പിൻ്റെ അടിസൈഡും ഈ ഇത് സ്റ്റൗവിൻ്റെ അടിസൈഡും കംപ്ലീറ്റ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. മൈക്രോ കൺട്രോളിൻ്റെ നമ്പറുണ്ട്. മൈക്രോ കൺട്രോളിൻ്റെ നമ്പർ മാറ്റിയിട്ടില്ല. ഇതാണ് മൈക്രോ കൺട്രോൾ പാനൽ ബോർഡ്. ഈ പ്രോഗ്രാം ചിപ്പിൽ നിന്ന് ആദ്യം കാണിച്ച ഈ പ്രോഗ്രാം ചിപ്പിലുള്ള ഡാറ്റാസിനെ കംപ്ലീറ്റ് നമ്മൾ ആവശ്യാനുസരണം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ക്രമീകരിച്ച് ചെയ്യുന്ന ഒരു ചിപ്പാണ്. ഇത് ഫുൾ ടച്ച് സെൻസിറ്റിവിറ്റി ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അതായത് നമുക്ക് മൈക്രോ കൺട്രോൾ എന്ന് ഇളക്കി നോക്കാം. ഇതാണ് ഇതിൻ്റെ ടച്ച് കോണ്ടാക്ട് വരുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡാണ് രൂപം. ഡിസ്പ്ലേ ഓരോന്നിനെ കൺട്രോൾ ചെയ്യാൻ നേരത്തെ അതിൻ്റെതായ ഇൻഡിക്കേറ്റർ തെളിയും. അതിനുവേണ്ടി LED ക്രമീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഇതെല്ലാം നല്ല വൃത്തിയായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ക്ലീൻ ചെയ്ത് നമുക്കത് രണ്ടാമത് ഫിറ്റ് ചെയ്യാം. യാതൊരു സർവീസ് നമ്മുടെ കയ്യിൽ കിട്ടിയാലും മൊത്തം നമ്മളത് ക്ലീൻ ചെയ്ത് നല്ല വെടിപ്പായിട്ട് എന്നെ സർവീസ് ചെയ്ത് റിട്ടേൺ കൊടുക്കണം. സർവീസ് കൃത്യമായിട്ട് എൻ്റെ ഡസ്റ്റൊക്കെ അടിച്ച് കളഞ്ഞ് ക്ലിയറായിട്ട് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് ലൈഫ് കുറച്ച് കൂടെ പോകും. ഈ ബോർഡിൻ്റെ IGBTക്കൊന്നും കംപ്ലൈൻ്റ് ഇല്ല. ബാക്കി പവർ സപ്ലൈ മറ്റു കാര്യങ്ങളും പ്രോഗ്രാമിങ്ങും മൈക്രോ കൺട്രോളിങ് സെക്ഷനും 100% പെർഫെക്റ്റ്. ഇതിൻ്റെ ഫാനാണ്. ഇതിലുണ്ടാവുന്ന ചൂട് ഈ പവർ സപ്ലൈയിലുണ്ടാവുന്ന ചൂടിനടിച്ച് കളയാൻ ഉപയോഗിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ് ഇതൊരു ഇൻഡക്ഷൻ കുക്കറിൻ്റെ കോയിലാണ്. ഈ കോയിൽ പഴുക്കെ ഓവറായിട്ട് ഹീറ്റാവുക. ഈ പവർ സപ്ലൈയിലുള്ള ഹീറ്റ് ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് പറഞ്ഞാൽ ഈ ഫാൻ വഴി അടിച്ച് കളയാൻ IGBTയുടെ ഓവറോൾ ടെമ്പറേച്ചർ
ടെമ്പറേച്ചർ കാണിച്ച് കളയാൻ വേണ്ടിയാണ് ഈ ഫാൻ വെച്ചേക്കുന്നത്. ഈ ഫാൻ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയി ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുമ്പോൾ സൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ, എന്താ ഫാൻ വർക്കായില്ല എന്ന് ഒരു ഡൗട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഈ ഇൻഡക്ഷൻ കുക്കറിൻ്റെ കംപ്ലൈൻറ്റ് തീർത്തതിന് ശേഷം വർക്ക് ചെയ്യിപ്പിച്ച് ഒരുപാട് ലൈഫ് കൂടുതലായിട്ട് കിട്ടും. ഇതൊരു മാഗ്നറ്റിക് ഫീൽഡാണ്. ഇത് പഴുക്കുകയോ അല്ലെങ്കിൽ ഇത് ചൂടാവുകയോ അങ്ങനെ ഒന്നുള്ള സാധനമല്ല. ഇതൊരു മാഗ്നറ്റിക് ഫീൽഡാണ്. ഇതൊരു മാഗ്നറ്റിക് പവർ നമ്മൾ വെക്കുന്ന ആ പാത്രത്തിലുള്ള സാധനമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റിൽ ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. നമുക്കതെല്ലാം വൃത്തിയായി ഒന്ന് ക്ലീൻ ചെയ്ത് വരാം. നമ്മളെല്ലാം വെടിപ്പം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പ്, ക്യാബിനറ്റിൻ്റെ ടോപ്പ്, ഗ്ലാസ് ടോപ്പ്, ഫാനൊക്കെ നല്ല പക്ക ക്ലിയർ ആക്കിയിട്ടുണ്ട്. ബാക്ക് ക്യാബിന് പവർ സപ്ലൈ പ്രോഗ്രാമിംഗ് എല്ലാം കറക്റ്റ് കിട്ടുന്നെങ്കിൽ ക്യാമറ ഒരുപാട് ചെയ്തു കറക്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ബോർഡ് അങ്ങനെ ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ബോർഡ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബോർഡിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അത് ചെയ്യാൻ ചെയ്യുമ്പോൾ അവർ തന്നെ കമ്പനി തന്നെ ചെയ്തു വെക്കണം.